ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് വൈകുന്നേരം ഇപ്പോൾ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ്. കട്ടൻ ചായയിൽ ഞാൻ മധുരമൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചായ വെറുതെ കുടിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരി എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാ ഉത്സവപ്പറമ്പിലും ഇത് അവിടുത്തെ മെയിൻ ഐറ്റമാണ്, പൊരി എന്ന് പറയും. അപ്പോൾ ഈ പൊരി ഞാൻ എന്ത് ചെയ്യും, ചായയിലേക്ക് ഇടും. കട്ടൻ ചായയിലേക്ക് ഈ പൊരി അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്ന് വരും, ചായക്കിടന്ന് കുതിരും. ഇതുപോലെ ചിലരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മിക്ക പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ പൊരിയും കട്ടൻ ചായയൊക്കെ തരും. ഉത്സവ സീസണൊക്കെ ആണെങ്കിൽ പൊരിയും കട്ടൻ ചായയൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെയ്യാം, ഞാനിതുപോലെയാണ് ചെയ്യാറ്. കട്ടൻ ചായയിൽ പൊരി ഇട്ട് വയ്ക്കും. അപ്പോൾ ഇത് കുതിർന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കോരി കഴിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ കുതിർന്ന പോലെ ഇങ്ങനെ ആകുമ്പോൾ ഇത് കോരി ചായയും ഈ പൊരിയും കൂടെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒരു ഉപ്പ് രസമൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് ചായക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അതേ കണ്ടില്ലേ, കൊടുങ്ങല്ലൂർ താലപ്പൊലി ഉത്സവത്തിന് പോയി വന്നിട്ടുള്ള പലഹാരമാണത്. ഏകദേശം ഈ പൊരിയൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തിരി സ്പീഡിൽ ഞാൻ കഴിച്ചു, പൊരിയും കട്ടൻ ചായയും കൂടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കിളിമീനാണ് വൈകുന്നേരത്തേക്ക് കറിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കിളിമീൻ കറി വയ്ക്കലും കൂടി ഈ ചായ കുടിയുടെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ സ്പൂണും കൊണ്ട് കോരി തിന്നുകയും ചെയ്യും, കറി ഒരു വശത്ത് കൂടെ ഞാൻ വയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഇട്ടു, ഇനി കുറച്ച് ഇഞ്ചി ചതച്ചതിട്ടു, പിന്നെ 2 പച്ചമുളക്, 2 കഷ്ണം കൊട. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം, ഉപ്പിടണം ആവശ്യത്തിന്. ഇനിയിപ്പോൾ നമ്മുടെ ആ കൂട്ട് തിളച്ചതിൻ്റെ അതിലേക്ക് കിളിമീൻ ഇടണം. കിളിമീനിട്ടൊന്ന് അത് വെന്ത് വരുമ്പോൾ കറി റെഡിയാവും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേറൊരു സംഭവം കൂടി എനിക്ക് കഴിക്കാൻ തോന്നി, അത് കഴിക്കണം, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വൈകുന്നേരം കൊള്ളിക്കിഴങ്ങും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നാളികേരമൊക്കെ ചിരകിയിട്ട ഒരു കൂട്ടാണത്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കട്ടൻ ചായയിൽ പൊരിയൊക്കെ തീർന്നപ്പോൾ അടുത്ത സംഭവം എടുത്തേക്കാണ് കൊള്ളി. കറി അവിടെ ഇരുന്ന് വരുമ്പോഴേക്കും എൻ്റെ കൊള്ളി കഴിക്കലും നടക്കും. ഇത് കണ്ടില്ലേ, ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി നാളികേരമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇതാണിപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത്.